ശ്രദ്ധ നാം കേന്ദ്രീകരിക്കുന്നതിന് മുന്നമേ ഇന്ന് പകൽ കർത്താവ് നമുക്ക് ആയുസ്സിനെ ഒരു പ്രാവശ്യം കൂടെ ദീർഘമാക്കിയല്ലോ. നമുക്കറിയാം എത്രയോ കൊച്ചു കുഞ്ഞുങ്ങൾ യൗവനക്കാരൊക്കെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടതല്ലേ. സ്കൂളുകളിൽ പഠിക്കുന്നവർ, കോളേജുകളിൽ പഠിക്കുന്നവർ, ജോലിക്ക് പോയവർ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിപ്പോയവർ, വിവാഹവേദിയിൽ നിന്നപ്പോൾ തന്നെ കുഴഞ്ഞു വീഴുന്ന എത്രയോ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടുമായി ദൈവശബ്ദം ഒന്നേ കേൾപ്പിക്കാനുള്ളൂ. നാം ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനാ. അവൻ നമ്മളെ വഴിയിൽ ഉപേക്ഷിക്കാത്ത കർത്താവാ. ദൈവത്തിൻ്റെ കരുതലിനെ വർണ്ണിക്കുന്ന ദൈവികമാകുന്ന വിചാരത്തെക്കുറിച്ച് ഒന്നുകൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന നല്ലൊരു സങ്കീർത്തന വേദഭാഗമാണ് ഇന്ന് പകൽ ധ്യാനിപ്പാൻ ദൈവാത്മാവിൽ ദൈവം നമ്മളെ ഇടയാക്കുന്നത്. അന്നിരിക്കാൻ മയക്കുന്നു. ദൈവിക കരുതലിനെ ആത്മാവിൽ നിന്ന് ചിന്തിപ്പാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയാക്കുന്നത്. ആ ദൈവത്തിന്റെ കരുതൽ ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ 1-2 വചനം ഒന്ന് വായിച്ച് സഹായിക്കാം. Psalms 4:1-2 ഒന്ന് വായിച്ച് സഹായിച്ചു. ഹിന്ദി വായിച്ചാട്ടെ. हे मेरे धर्ममय परमेश्वर, जब मैं पुकारूं तब तू मुझे उत्तर दे. जब मैं सकेती में पड़ा तब तूने मुझे सहारा दिया. मुझ पर अनुग्रह कर और मेरी प्रार्थना सुन ले. हे मनुष्यों के पुत्रों, कब तक मेरी महिमा का अनादर होता रहेगा? പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം മാനത്തെ നിന്നയാക്കി മായയിച്ചു. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാവീദിന്റെ പ്രാർത്ഥനാ ഗീതമാണ് ഇവിടെ വായിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കിയത്. और बहुत ही अनुग्रहकारी दाऊद के एक भजन को हमने यहाँ पे पढ़ा है. ദൈവത്തിങ്കൽ നിന്നും അനുഭവിച്ച കൃപകളെ വർണ്ണിക്കുന്ന ഒരു വർണ്ണനാ ഗീതമാണ് ഈ 4-ാം സങ്കീർത്തനം. और परमेश्वर की तरफ से जो अनुग्रह उसको प्राप्त हुए उसका वर्णन करती हुई ये भजन संगीता है. ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പുറകിലിരിക്കുന്ന പ്രായമുള്ളവർ വരെയും അവരുടെ ആഗ്രഹം, എൻ്റെ ഇന്നത്തെ സ്ഥിതിയിൽ നിന്നും അടുത്തൊരവസ്ഥയിലേക്ക് എനിക്കൊരു മാറ്റം വേണം. और यहाँ आज बैठे हुए आगे छोटे बच्चों से लेके पीछे बुजुर्गों तक बैठे हुए लोगों के मन में यही एक विचार है कि आज की इस अवस्था से और अच्छी रीति में हम आगे बढ़े. എൻ്റെ തലമുറയുടെ വിഷയത്തിന്മേൽ എനിക്കൊരു വിശാലത വേണം. और हमारे पीढ़ी के विषय में हमें एक जो है विस्तार चाहिए. അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ, അവരുടെ ഭാവിപരമായ മേഖലകളിലും ഒരു മാറ്റം വേണം. और उनकी पढ़ाई में और उनके भविष्य में एक जो है बदलाव चाहिए. ദൈവം നമ്മളെ നടത്തുന്നു എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗ്യാരണ്ടി എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് പകൽ നമുക്ക് ഇവിടെ വന്നിരിപ്പാൻ കൃപ ലഭിച്ചത് അത് ദൈവത്തിന്റെ കരുതലിന്റെ ഒരു ഭാഗമാണ്. और परमेश्वर हमें चलाता है, इसकी गारंटी किस प्रकार से प्रकट होती है? इसी बात से कि आज हम यहाँ पे बैठे हुए हैं, यही उसकी कृपा है. ഈ സങ്കീർത്തന വേദഭാഗത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, और ये भजन संगीता से हम क्या देख पाते हैं? ഞെരുക്കത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ വിശാലത വരുത്തിയ ഒരു ദൈവത്തെ നമുക്ക് ഇതിനകത്ത് ഹിഡൻ ആയിട്ട് കാണാം. और जब उसने जो है एक सकेती में जब पड़ा हुआ था तब उसने उसको सहारा दिया. എന്റെ ഞെരുക്കത്തിൽ എനിക്ക് വിശാലത വരുത്തുന്ന ഒരുവനേ ഉള്ളൂ. അവനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നതും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. और मेरे सकेती में एक विशालता देने वाला एक ही परमेश्वर है, उसके बारे में ही आप सुन रहे हैं. മനുഷ്യരാരുമല്ല നിനക്ക് വിശാലത തന്നത്, എന്റെ ദൈവമാണ് ഇന്ന് പകൽ ഉറച്ചോണം. और मनुष्य कोई आपको विस्तार नहीं दे सकता, आपका परमेश्वर ही दे सकता है. इस बात पर दृढ़ रहे. ദാവീദ് പറയും, ഇന്നലകളിൽ ഞാൻ ഞെരുക്കത്തിലായിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത തന്നു. और दाऊद इस प्रकार कहता है कि जब मैं पिछले दिनों सकेती में पड़ा हुआ था तब आपने मुझे विशाल क्षेत्र में पहुंचाया. കഴിഞ്ഞ കാലത്തെ കുറിച്ച്, ഒരു പാസ്റ്റ് കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ എന്ന് പറയുന്നതിന്റെ ആഴം എന്നോ എപ്പോഴോ എവിടെ വെച്ചോ ദാവീദ് ഒരു ഞെരുക്കത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. और दाऊद इसमें भूतकाल की तरफ वो ध्यान को बताता है. वो बोलता है कि मैं सकेती में पड़ा हुआ था. എന്നാൽ ദാവീദ് വീണ്ടും പറയും, അന്ന് ഞാൻ ഞെരുക്കത്തിൽ കൂടെ പോയപ്പോൾ എനിക്ക് അവൻ വിശാലത തന്നെങ്കിൽ
ഇന്നും എൻ്റെ ആശങ്കകളുടെ നടുവിൽ, എൻ്റെ വേദനയുടെ നടുവിൽ അവനെ തന്നെ ഞാൻ ആശ്രയിക്കത്തുള്ളൂ. और वो कह रहा है कि उसने मुझे उस समय जो है सकेती में से विशाल जो है स्थान पे पहुंचाया था, लेकिन आज मैं इस स्थान पर भी पहुंचकर उसी परमेश्वर का भजन गाऊंगा. ഞെരുക്കങ്ങൾ തീർന്നിട്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാമെന്ന് ഓർക്കണ്ട. और हम ये नहीं बोल सकते कि जब हमारी सकेती की अवस्था जब खत्म हो जाएगी तब हम परमेश्वर की आराधना करेंगे. പിന്നെ വേദനകൾ തീർന്നിട്ട് ആരാധനയ്ക്ക് വരാമെന്ന് ഓർക്കണ്ട. और आपके दर्द खत्म होने के बाद आप आराधना में आ जाएंगे, ऐसा ना सोचे. കാരണം എന്നാന്നറിയാമോ, ഈ വചനത്തിൽ കൂടെ കാണുന്നത് അന്നും ഞാൻ ഞെരുക്കത്തിലായിരുന്നു, ഇന്നും അതേ ഞെരുക്കങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോയി. क्योंकि इस वचन से हमें ये पता चलता है उस समय भी हम सकेती में थे और आज भी हम उसी क्षेत्र में बने हुए हैं. മനുഷ്യർക്ക് കഴിയത്തില്ല നമ്മുടെ ഞെരുക്കം മാറ്റാൻ കേട്ടോ. और मनुष्य नहीं आपकी जो है ऐसी अवस्थाओं को बदल नहीं सकता. ഇന്നലെ കണ്ടവരൊക്കെ ഞെരുക്കം മാറ്റും എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. और कभी ना सोचे कि जिन लोगों को आपने पिछले दिनों देखा है वो आपकी सकेती की अवस्था को बदल सकते हैं. ഒരിക്കൽ ചെയ്യാത്ത കുറ്റത്തിന് ദർശനക്കാരനായ യോസഫിനെ കാരാഗൃഹത്തിൽ അടച്ചു. और एक बार ऐसा हुआ कि जो यूसुफ ने जो बुरा काम नहीं किया था उसके लिए उसे जो है जेल में डाल दिया गया. ആ കാരാഗൃഹത്തിൽ വെച്ച് അപ്പക്കാരുടെ പ്രമാണിയെയും പാനപാത്ര വാഹനെയും യോസഫ് പരിചയപ്പെട്ടു. और उसी जेल में जो उसने रोटी देने वाले और दाख रस देने वाले से उसने जान पहचान करी. അവര് പുറത്തേക്ക് പോകുവാൻ വേണ്ടി ഓർത്തു നോക്കണം, കൂടെ കിടക്കുകയാണ്, കൂടെ സഹകരിക്കുന്നു, കൂടെ കഴിക്കുന്നു, കൂടെ ഉറങ്ങുന്നു. അവരെ പുറത്തേക്ക്, അവരുടെ കാലാവധി തീർന്നവർ പുറത്തേക്ക് പോയപ്പോൾ യോസഫ് പാനപാത്ര വാഹനോട് പറയുക, നിങ്ങൾ ചെന്ന് രാജാവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തോണേ എന്ന് യോസഫിനോട് പറയും. और आप सोच कर देखिए, जेल में ये तीनों लोग, यूसुफ और वो जो खिलाना हारा है, जो रोटी खिलाता है और जो दाख मधु पिलाता है, वो तीनों एक साथ बंद थे और अपनी जो है समय का इंतजार कर रहे थे कि कब बाहर निकलेंगे. तब यूसुफ ने कहा उस दाख मधु देने वाले से कि जब तू निकलेगा तो राजा के सामने मेरे लिए भी बात करना. പാനപാത്ര വാഹനോട് പറഞ്ഞു, നിന്റെ പഴയ പൊസിഷനിലേക്ക് നിനക്ക് വീണ്ടും ആ പോസ്റ്റ് കിട്ടുമ്പോൾ, കാരാഗൃഹത്തിൽ കിടന്ന, ഉപദേശം തന്ന, ദർശനം നിനക്ക് പകർന്നു തന്ന, അഭിഷേകത്തിന്റെ യാഥാർത്ഥ്യം നിനക്ക് രുചിച്ചു തന്ന എന്നെ കൂടെ ഓർക്കാൻ നീ മറന്നു പോകരുത്. और उसने कहा कि जब आपको तुम्हारा पुराना स्थान तुम्हें मिल जाएगा, पिलाने हारे को जब ऐसा बोला, तब तू राजा के सामने मेरे बारे में बोलना, मतलब भूलना नहीं, ऐसे करके बोला. എന്നാൽ ഓർത്തോണം, പാനപാത്ര വാഹൻ യോസഫിനെ ഓർത്തിരുന്നെങ്കിൽ, लेकिन सोच कर देखे, अगर पिलाने हारा जो है यूसुफ को ध्यान रखता तो ഏതെങ്കിലും മുന്തിരി ചക്കിൽ മുന്തിരി ആട്ടുന്ന അല്ലെങ്കിൽ തൊത്തുവാരി എടുക്കുന്ന ഒരു ജോലിയിലേക്ക് മാത്രമേ യോസഫിനെ കയറ്റത്തുള്ളായിരുന്നു. तब जो है यूसुफ हो सकता है वहाँ पे जो जब जूस बनाते हैं, वो दाखरस बनाते हैं, उसका जो गूदा हटाने वाला काम या कुछ भी ऐसा कार्य में हो जाता. ആ ജോലിയിൽ എങ്ങനെങ്കിലും റെക്കമെൻഡ് ചെയ്ത് പാനപാത്ര വാഹൻ യോസഫിന് ജോലി കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കും. और अगर उस टाइम पे वो पिलाने हारा उसे रिकमेंड करता तो यूसुफ को उसके साथ कोई जॉब मिल जाती. യോസഫിന്റെ മേൽ കിടക്കുന്ന ദർശനം നിവൃത്തിപദത്തിലേക്ക് എത്തണമെങ്കിൽ പാനപാത്രകൻ ഓർത്താൽ പറ്റത്തില്ല. और लेकिन यूसुफ के ऊपर जो स्वप्न था उसका जो होना है वो पिलाने हारा सोचेगा तो नहीं कर पाएगा. പാനപാത്ര വാഹൻ ഓർത്തിരുന്നെങ്കിൽ അവന്റെ ദർശനം പൂർത്തീകരണത്തിൽ എത്തത്തില്ലായിരുന്നു. और पिलाने हारा उसका ध्यान उसने किया होता तो उसका जो दर्शन है वो कभी पूरा नहीं हुआ होता. ഇന്ന് പകൽ ആരെങ്കിലും നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും കൂടെ സഹകരിച്ചിട്ടും നിന്നെ ഓർക്കാതിരുന്നതിന് നന്ദി പറഞ്ഞോണം.
और अगर कोई आपके साथ होते हुए भी अगर किसी ने आपकी मदद नहीं की तो उस बात का धन्यवाद करे। ആ സഹോദരി എന്നെ ഓർത്തില്ല, ആ സഹോദരൻ ഓർത്തില്ലല്ലോ, ആ ദൈവദാസൻ ഓർത്തില്ലല്ലോ, വ്യാകുലപ്പെടണ്ട. എന്റെ ദൈവത്തിനറിയാം നിന്നെ ആരുടെ മുൻപിൽ നിർത്തണമെന്നുള്ളത്. और उस भाई ने मुझे नहीं सोचा, उस बहन ने मुझे नहीं सोचा, लेकिन इस बात को ध्यान रखे कि परमेश्वर जानता है आपको किसके सामने खड़ा करना है। യോസഫ് ചിന്തിച്ചു, ഈ പാനപാത്രം വാഹനത്തിൽ കൂടെ ആകാം ഞാൻ പുറത്തു പോകുന്നത്. और यूसुफ ने सोचा हो सकता है ये पिलाने हारे के जो है कृपा से मैं बाहर चला जाऊं। എന്നാൽ യോസഫിനോട് ദൈവം പറയുന്ന ഇതാ, ഒരു മനുഷ്യൻ നിന്നെ പുറത്തിറക്കിയാൽ നിനക്ക് പരിധിയുണ്ട്, പക്ഷേ ഞാൻ നിന്നെ പുറത്തിറക്കിയാൽ നീ അധികം നാൾ പുറത്തൂടെ നടക്കേണ്ടി വരത്തില്ല, നിന്നെ അകത്തു കയറ്റുന്ന ദൈവമുണ്ട്. और परमेश्वर उससे कहता है एक मनुष्य अगर तुझे बाहर निकालेगा तो उसकी सीमा होगी, लेकिन अगर मैं तुझे बाहर निकालूंगा तुझे अंदर लेके आऊंगा। ഇന്ന് പകൽ കർത്താവിനോട് നന്ദി പറഞ്ഞു. ആ സഹോദരി എന്നെ ഓർക്കാതിരുന്നതിന് നന്ദി, ആ സഹോദരൻ എന്നെ മറന്നതിന് നന്ദി, ആ ദൈവദാസൻ എന്നോട് നന്ദി കാണിക്കാതിരുന്നതിന് നന്ദി, എന്നെ മറ്റുള്ളവർ സ്നേഹിക്കാതിരുന്നതിന് നന്ദി. കാരണം എന്നാണെന്നറിയാമോ, മനുഷ്യൻ നിനക്ക് വിശാലത വരുത്തിയാൽ വീണ്ടും നിനക്ക് ഞെരുക്കമുണ്ടാകും. എന്നാൽ ഞെരുക്കത്തിൽ വിശാലത വരുത്തുന്ന കർത്താവ് ഇന്ന് പകൽ നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച് കൂടാര മനഃശന്ധര ഇന്ന് പകൽ ദൈവത്തിന്റെ സാമീപ്യത്തെ ഏറ്റെടുത്തേ. और इस बात का बहन किसी भाई आपको भूल गया है तो उस बात का धन्यवाद करें, क्योंकि अगर आप विशालता में जाएंगे तो भी दोबारा सकेती में पड़ जाएंगे, लेकिन परमेश्वर जब आपको सकेती से छुड़ा लेता है तो वो सदैव विशालता की तरफ ले जाता है। ഇവൻ ദർശനം കണ്ടപ്പോഴേ ദൈവം ഒരു കാരാഗ്രഹം അവന് വേണ്ടി ഒരുക്കിയിട്ടേക്കായിരുന്നു. और जब उसने दर्शन देखा तभी परमेश्वर ने उसके लिए एक जेल भी तैयार कर रखी थी। ഇതിലൊരു ദൂത് ദൈവമക്കൾ ഇങ്ങനെ ഏറ്റെടുത്തോണം. നീ ആത്മീയമായി ജീവിക്കാൻ തുടങ്ങുമ്പോഴേ മുൻപിൽ ഒരു കാരാഗ്രഹം കർത്താവ് പൂട്ടിയിടും. और इस बात को जान ले कि जब आप आत्मिक तौर पे जब बढ़ते हैं तो परमेश्वर आपके लिए एक बंदी गृह भी वहाँ तैयार रखता है। ചിലർ പറയുന്ന കേട്ടിട്ടില്ല, പാസ്റ്റർ ഞാൻ ഉപവസിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടാൻ തുടങ്ങിയത്. और कई लोगों ने बोला है कि जब मैंने उपवास करना शुरू किया तब मेरे जीवन में ज्यादा परेशानी बढ़ गई। ഞാൻ ഒന്നുകൂടെ ആത്മീയമായി ജീവിക്കാൻ തീരുമാനമെടുത്തപ്പം മുതൽ എനിക്ക് നേരെ പോരാട്ടം തുടങ്ങിയതാണ്. और मैं एक और बार जो है आत्मिक तौर पे बढ़ना मैंने कोशिश किया तो मैं जो है शत्रु ने मेरा विरोध किया। എന്നാൽ ഇന്ന് പകൽ ഈ വചന സങ്കീർത്തനത്തിൽ കൂടെ ദൈവാത്മാവ് പറയുന്നത് നിനക്ക് വിശാലത വരുത്തേണ്ടത് ദൈവമാണെന്ന് നിന്നെ പഠിപ്പിക്കുന്നതാണ്. और यहाँ पे परमेश्वर की आत्मा बताती है कि आपको जो है विशालता की तरफ ले जाना परमेश्वर की आत्मा सिखाती है। നമുക്കറിയാം, പുതിയ നിയമത്തിൽ ഒരു മനുഷ്യൻ 38 വർഷം കുളക്കരയിൽ കിടന്ന ഒരു രോഗിയെ നമുക്ക് കാണാം. और हम जानते हैं कि नए नियम में 38 साल से एक कुंड के वहाँ पे जो रोगी पड़ा था उसके बारे में हम पढ़ते हैं। കുളക്കരയിൽ വരെ ചെല്ലാനുള്ള ആരോഗ്യം അവനുണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്ന് കുളത്തിലേക്ക് ഇറങ്ങാനുള്ള ആരോഗ്യമില്ലായിരുന്നു. और कुंड तक पहुंचने का जो स्वास्थ्य उसके पास था, लेकिन कुंड में कूदने के लिए वो नहीं हो सकता था। അവനോട് ചോദിച്ചാൽ കണ്ണ് നിറഞ്ഞു പോകും. കാരണം എന്നാ ചോദിച്ചാൽ ജീവിതത്തിന്റെ പാതി സ്വപ്നങ്ങളെ കുളക്കരയിൽ കളഞ്ഞത്. और उससे पूछेंगे तो हमारी आंखें भर आएगी, क्योंकि जीवन के जो है ज्यादा से ज्यादा सपने थे वो जो कुंड। 38 വർഷം ഒരു കുളക്കരയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ പിന്നീട് വീട്ടിലേക്ക് പോകാൻ മനസ്സില്ലാതെ വരും. और 38 सालों से वहाँ कुंड के पास इंतजार करके पड़े रहने पे क्या होगा कि बाद में घर जाने का मन ही नहीं करेगा। ഈ വെള്ളിയാഴ്ചയൊക്കെ കുഞ്ഞുങ്ങൾക്ക് അവധി കിട്ടുമ്പോൾ വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച അവർ ഒരുക്കാൻ ഭയങ്കര പാടാ. और जब हमारे बच्चों को भी फ्राइडे जब छुट्टी मिल जाती है, फ्राइडे सैटरडे संडे 3 दिन की छुट्टी हो जाती है, तो सोमवार को उनको स्कूल तैयार करके भेजना मुश्किल होता है। കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർ ആ ലീവുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു. क्योंकि वो छुट्टी के साथ वो वैसे हो गए, मिल गए हैं। ഇവിടെ അതുപോലെ തന്നെ 38 വർഷം ഇവൻ ഈ സിറ്റുവേഷനുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു. और यहाँ पे भी ऐसा है कि 38 सालों से वो व्यक्ति उस स्थिति के साथ मिल गया है। വരുന്നവരെല്ലാം അവനെ ഒന്ന് കൈ കാണിക്കും. और जो भी वहाँ आते थे सब उसको हाथ हिला के दिखाते थे। വരുന്നവരെല്ലാം പുള്ളിയെ ഒന്ന് ശ്രദ്ധിക്കും.
और जो भी आते थे सब लोग उस पे ध्यान देते थे, കാരണം ഒരുപാട് പഴകിയ ഒരു പടുതയാ വലിച്ചു കെട്ടിയിരിക്കുന്നത്. क्योंकि बहुत ही पुराना सा पर्दा उसने वहां लगाया हुआ था. ആ കൂടാരം കിടക്കുന്ന സ്ഥലം നോക്കിയാൽ ഒത്തിരി പഴയ ഒരു സ്ഥലം പോലെ ആർക്ക് വന്നാലും ഫീൽ ചെയ്യും. और जो जहां वो लेटता था वो स्थान ऐसा था, इतना पुराना था कि कोई भी वो पहचान जाता था. അങ്ങനെയുള്ളവരോട് വരുന്നവർക്ക് ഭയങ്കര മനസ്സലിവ് തോന്നും. और ऐसे जब लोग आते थे तो उस पे बहुत तरस खाते थे. അവൻ പറഞ്ഞു ഞാൻ 38 വർഷമായെന്ന് പറയുമ്പോഴേ അവരുടെ പോക്കറ്റിലുള്ള നാണയത്തൊട്ട് ഇവന് കൊടുക്കും. और जब वो बोलता था 38 वर्ष मुझे हो गए हैं, तो वो लोग वहां पे जो उसको पैसे दे देते थे. അപ്പോൾ അവൻ ഒന്നിനും കുറവില്ലാതെ അവിടെ കിടക്കുക. और वो उसको किसी चीज की कमी नहीं थी, ऐसे वो वहां पड़ा हुआ ഇനി था. രോഗസൗഖ്യം കിട്ടിയില്ലെങ്കിൽ ഇവന് കുഴപ്പമില്ല, കാരണം ഇവന് കിട്ടാനുള്ള നന്മകൾ ഇഷ്ടം പോലെ വരുമാനം. और अभी रोग से चंगाई नहीं मिली तो भी कोई बात नहीं, क्योंकि इसको जितनी आशीषें मिलनी थी वो सारी इनकम उसको वहां मिल गई थी. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ സാഹചര്യത്തോട് നീ പൊരുത്തപ്പെട്ടിരുന്നു പോയാൽ, और आज यहाँ बैठे हुए लोगों से पवित्र आत्मा कहती है, अगर आप अपनी स्थिति के साथ मिल गए हो तो ജീവിതത്തിൽ നിനക്ക് കരകയറാൻ പറ്റുമെന്ന് ഓർക്കണ്ട. और जीवन में आप जो है किनारे पे आएंगे ये मत सोच लेना. ഇവൻ ഈ യേശുവിന്റെ അരികിലേക്ക് വരികയാണ് കേട്ടോ, യേശുവിന്റെ അടുത്തോട്ട് വരികയാണ്. और ये यीशु के नजदीक आ रहा है, यीशु मसीह इस व्यक्ति के पास आ रहा है. കർത്താവിനോട് നീ എത്ര വർഷമായി ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്നു? और यीशु ने इस प्रकार कहा कि कितने वर्षों से तू सकेती में पड़ा हुआ है. അവൻ ഉടനെ 38 വർഷമായി ഞാൻ ഈ ഞെരുക്കത്തിൽ കൂടെ കടന്നുപോയി. और उसने यीशु से कहा कि मैं 38 वर्षों से जो सकेती में पड़ा हुआ ഇവിടെ हूं. കർത്താവിനോട് നിന്റെ ഞെരുക്കങ്ങളിൽ വിശാലത വരുന്ന ഒരുവനെ നീ പരിചയപ്പെട്ടാൽ എങ്ങനെയുണ്ട്? और वहां पे मसीह बोल रहा है कि आपके सकेती में विशालता देने वाले एक व्यक्ति से अगर मैं परिचय कराऊं तो. പുള്ളിക്ക് ആദ്യം ഈ ഒരു ബിബ്ലിക്കൽ വേർഡ് പിടികിട്ടിയില്ല. और पहले उसे जो ये बाइबल का जो वर्ड है वो समझ में नहीं അവൻ आया. വീണ്ടും കിടന്നിടത്തുനിന്ന് ഒന്നുകൂടെ എടുത്തൊന്ന് ചോദിക്കാൻ ശ്രമിച്ചു. പറഞ്ഞതിന്റെ ആഴം ഒന്നുകൂടെ പറഞ്ഞതാപ്പാ. और फिर भी उसने वहां पड़े हुए उसने वहां से उठकर ऐसे पूछा कि बताओ इसकी गहराई बताओ. സർവശക്തനായ ദൈവം അവനോട് പറഞ്ഞു, നിന്റെ 38 വർഷത്തെ ഞെരുക്കം ഒറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ മാറ്റാൻ പോവാ. और सर्वशक्तिमान परमेश्वर ने कहा तेरे 38 सालों की जो सकेती है वो एक ही क्षण में मैं दूर करूंगा. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, 38 വർഷമായിട്ടും 30 വർഷമായിട്ടും 20 വർഷമായിട്ടും ഞെരുക്കങ്ങളിൽ കൂടെ കടന്നുപോയാൽ അവനെ പരിചയപ്പെട്ടാൽ അവൻ ഇന്ന് പകൽ നിന്നെ വിശാലതയോടെ പറഞ്ഞു വിടത്തുള്ളൂ. और आपसे मैं बोलना चाहता हूँ कि 30 हालेलुया। साल हो गए, 28 साल या 38 साल भी हो जाएंगे, जिसको आपको परिचय होना चाहिए उससे आप परिचय कर लेंगे तो आपकी सकेती की अवस्था जो है विशालता में बदल जाएगी. ഓർത്തു നോക്കണം, അവിടെ ദൂതൻ കുളം കലക്കാൻ വന്നപ്പോഴേ ഈ പുള്ളി ഇവിടെ നിന്ന് പടുത ഇളക്കി മാറ്റാൻ തുടങ്ങി. और आप सोच के देखें, जब दूध आके वो जो कुंड को हिला रहा था उस समय ये व्यक्ति अपने पर्दे को हटाता है. അവിടെ നിന്ന് ഒരുവൻ ചോദിക്കുന്നുണ്ട്, നീ ഉരുളുന്നു വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇവൻ പറയുന്നത് എന്നറിയാമോ? എന്റെ ഉരുളിച്ച ഇനി ഇല്ല, കാരണം എനിക്ക് വിശാലത തന്ന ഒരുവനാ എന്റെ മുൻപിൽ നിൽക്കുന്നത്. और वहां पे एक व्यक्ति बोल रहा है, क्या तू आ रहा है यहाँ पे खिसकते खिसकते? तो उसने कहा अब मैं खिसकूंगा नहीं, बल्कि मुझे विशालता देने वाला एक प्रभु हमारे साथ है. ഇന്ന് പകൽ നിന്റെ ആത്മീകത്തിലുള്ള നിന്റെ ഉരുളിച്ച മാറിക്കണം. और आज सुबह के समय आपकी जो आत्मिकता में जो सकेती है उसको दूर करना है. കാരണം നിനക്ക് വിശാലത തന്ന ദൈവത്തെ നീ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആത്മീകത്തിൽ ആത്മീകനായി ജീവിച്ചോണം. क्योंकि अगर आपकी सकेती में विशालता देने वाले परमेश्वर से आपका परिचय हुआ है तो आत्मिक बातों में बढ़ जाए. എല്ലാവരും കയറി വരുന്ന വഴിയിൽ കൂടി മനുഷ്യൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ അവനോട് പലരും ചോദിച്ചു, നിനക്ക് വിടുതൽ കിട്ടിയോ? और जब सब लोग जिस रास्ते से जाते थे वहां से ये मनुष्य आया तो बहुत लोगों ने उससे पूछा, क्या आपको छुटकारा मिल गया है? അവൻ ഉടനെ പറയുക, എന്റെ 38 വർഷത്തെ ഞെരുക്കം ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് മാറി. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, ഞെരുക്കത്തിലിരുന്നപ്പോൾ വിശാലത ദൈവത്തെ ഇന്ന് പകൽ നീ മറന്നു പോകരുത്. ഇന്ന് പകൽ മറക്കരുത്, ആ ദൈവം ഇന്നും നമ്മുടെ നടുവിൽ ജീവിക്കുകയാ. और 38 सालों से जो सकेती में पड़ा था उसे विशालता विस्तार मिल गया. और आज मैं यहाँ से लोगों से बोलना चाहता हूँ, आप भी सकेती में ना पड़े रहे बल्कि विस्तार रूपी स्थान ग्रहण करें.
ഇന്ന് പകൽ നിന്റെ ശരീരത്തിൽ വിശാലത ദൈവത്തെ മറക്കരുത്. और आज आपके शरीर में जो विशालता प्रभु ने दी है उसे ना भूले। നിന്റെ സ്വഭാവത്തിന് വിശാലത ദൈവത്തെ മറക്കരുത്. आपके स्वभाव में विशालता दी उस परमेश्वर को ना भूले। ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. और वो प्रभु आज भी जीवित रहने वाला प्रभु है। പണ്ട് ഞാൻ ശൗലിനെ ഭയന്നോടിയ ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നു. और पहले शाऊल को जो है डर कर मैं भागा, ऐसा समय मेरे जीवन में था। അവന്റെ കുന്തമുനകളുടെ മുൻപിൽ ഞാൻ തീർന്നു പോകുമോ എന്ന് ഓർത്തുപോയി. और उसके जो हथियार के सामने मैं जो है नष्ट हो जाऊंगा, ऐसे मैंने सोचा था। ദാവീദ് പറയും, അന്ന് എനിക്ക് വിശാലത തന്ന ഒരു ദൈവമുണ്ട്, ഇന്നും എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്നും അവൻ കരകയറ്റുമെന്ന് ഞാൻ ഉറയ്ക്കുകയാ. और दाऊद के हालेलुया। विशालता देने वाला मेरा प्रभु था, और आज की सकेती की अवस्था से भी मुझे विशालता देने वाला प्रभु है, मैं जानता हूँ। അതുകൊണ്ടാണ് ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്ന് പറയുന്നത്. इसलिए वो कह रहे हैं, जब मैं सकेती में पड़ा हुआ था तब तूने मुझे विस्तार स्थान दिया। അപ്പൊ അവൻ ഞെരുക്കത്തിൽ ഇരുന്നത് ആരും മറന്നില്ല, ദാവീദ് മറന്നില്ല. तो यहाँ पे जो है सकेती की अवस्था को दाऊद नहीं भूला। ഇന്നലകൾ നീ മറക്കരുത്. और कल के समयों को आप ना भूले। ഇന്നലെ നിന്റെ കുടുംബം ഞെരുക്കങ്ങളിൽ കൂടെ പോയത് മറക്കരുത്. और पिछले दिनों आपका परिवार सकेती में से जो गुजरा था उसको ना भूले। ആ സമയത്ത് നിനക്ക് വിശാലത ദൈവം ഇന്നും ഉണ്ടെന്ന് ഉറയ്ക്കണം. और उस समय आपको विशालता देने वाला परमेश्वर आज भी है, इस बात पे स्थिर रहे। ആവശ്യം വരുമ്പോൾ ഓടിച്ചെല്ലുന്നത് മാത്രമല്ല, ദൈവമേ അന്ന് എന്നെ വിടുവിച്ച ദൈവം ഇന്നും വിടുവിക്കുവാൻ കഴിയുമെന്ന് ഞാൻ ഉറയ്ക്കുന്നു. എൻ്റെ കുടുംബത്തെ ദേഹം ദേഹി ആത്മാവായി ദൈവസന്നിധി സമർപ്പിക്കുന്നു എന്ന് പറയണം. और काम पड़े तब जाकर परमेश्वर के पास जाना नहीं, बल्कि हमेशा परमेश्वर से इस प्रकार बोलना है कि मेरे परमेश्वर, आपने मेरे परिवार को रखा है, इसलिए मैं आपकी स्तुति करता हूँ। നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഇന്ന് പകൽക്കാലം കർത്താവേ, എനിക്ക് വിശാല